ശ്രീ കെ ഗണേഷ്, എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? BJPയുടെ കയ്യിലും തെളിവുകളൊന്നുമില്ല. ഈ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഇത് PSC എന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുന്നുവെന്ന്. അങ്ങനെ പറയാനുള്ള ഒരു അവകാശവും BJPക്കില്ല എന്നതാണ് വാസ്തവം. നീറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷകളെല്ലാം ചോർന്നു, കെട്ടിയ പാലങ്ങളെല്ലാം ചോർന്നു, കെട്ടിയ എയർപോർട്ടുകളെല്ലാം ചോർന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ കോഴ വിവാദത്തിൽ BJP ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ശ്രീ കെ ഗണേഷ്, ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയത് ഏതെങ്കിലും BJP നേതാവിൻ്റെ അനുഭാവികളോ അല്ലല്ലോ. ആ നീറ്റ് പരീക്ഷാ വിഷയത്തിൽ BJP എടുത്ത നിലപാട് BJP സംഘടനാപരമായിട്ട് അന്വേഷിച്ചോളാം, കേസെടുക്കേണ്ട എന്നല്ലല്ലോ. ആ വിഷയത്തിലും കേസെടുത്തിട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്ന് അരുൺകുമാർ അറിയാലോ. അപ്പോൾ BJPയെ കാര്യമായി തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യത്തിൽ. കാരണം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള പിൻവാതികൾ നിയമനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പാർട്ടി നേതാക്കന്മാർ പൈസ ഉണ്ടാക്കുന്നില്ല എന്നതൊന്നല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. അത് അവരുടെ പാർട്ടി കാര്യമാണ്. അത് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. മറിച്ച് ലക്ഷക്കണക്കിനായിട്ടുള്ള യുവാക്കൾ കേരളത്തിൽ ഈ PSC പരീക്ഷയെ ആശ്രയിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ എന്താ പറയുക, അവരുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാണിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അവർക്ക് യാതൊരുവിധ വിലയുമില്ല. കാരണം PSCയിലേക്ക് ആളെ ഇത് രണ്ട് തരത്തിൽ പറയുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, അല്ല ഇനി അംഗത്വമായി ഏതാണെങ്കിലും ഒരു PSC എന്ന് പറയുന്ന വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥാപനത്തെ ഇത്രയേറെ കേരളത്തിൽ അതിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും നശിപ്പിച്ചത് ഈ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അത് നമ്മളുടെ മുന്നിലുള്ള അനുഭവമാണ്. ആ ശിവരഞ്ജിത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരു കാര്യം തന്നെ ഇവിടെ ചർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമായിരുന്നില്ല. കാരണം ശിവരഞ്ജിത്തിൻ്റെ അതും കത്തിക്കുത്ത് കേസിൽ പോലീസ് അകത്ത് കടന്ന സമയത്താണ് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തര പേപ്പറും ഒക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അല്ലാതെ ഇവിടെ പ്രമോദ് കോട്ടൂളി എന്താ പറയുക പണം കട്ടെടുത്തു, ആ പണം തിരിച്ചു കൊടുത്ത മാതൃകയായ സഖാവായി, ആ മാതൃകയായ സഖാവിന് മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ചല്ല നമുക്ക് ഞങ്ങളുടെ പരാതി. അത് അവരുടെ പാർട്ടി കാര്യങ്ങൾ. എന്ത് പണം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും PSനെ പോലുള്ള ആളുകൾ അതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചോട്ടെ, അതല്ല ഞങ്ങളുടെ മുന്നിൽ പരാതി. കാരണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ സമരവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ പ്രചരണവും ഇത് ഇവിടുത്തെ PSCയെ നോക്കുകുത്തിയായി അതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന സമീപനമാണ്. ഇവിടുത്തെ CPMൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്തരം തെളിവുകളൊന്നും വേണ്ടതല്ല. ഇപ്പം ഞാൻ കോഴിക്കോട്ടുകാരനാണ്, എനിക്കറിയാം. നമ്മളൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ പറയുന്ന ചില പേരുകൾ, ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന പേരുകൾ, DYFIയുടെ ജില്ലാ സെക്രട്ടറിയും SFIയുടെ ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ആളുകളാണ് ഈ പറയുന്ന പല ആളുകളുടെ പേരുകൾ, ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ. അപ്പോൾ ഒരു സാധാരണ ഒരു പ്രമോദ് കോട്ടൂളി, ഒരു ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി റിയൽ എസ്റ്റേറ്റ് ജീവിതം അല്ലെങ്കിൽ ഉന്നതമായ ജീവിതം നയിച്ചു, അതുകൊണ്ട് പുറത്താക്കി കളയാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് അവരുടെ ഉന്നതമായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ആയിരിക്കും. കോഴിക്കോട്ടെ ആളുകൾക്ക് തന്നെ അറിയാം അവരെങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്, മന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് നടത്തിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും എത്രയെത്ര വാർത്തകൾ ഏതൊക്കെ ചാനലുകൾ വന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആ കാര്യം പറഞ്ഞ് ഇവരെ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രമോദ് കോട്ടൂളി തിരിച്ചു ചോദിക്കില്ലോ, ഇന്ന നേതാവ് അവിടെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം നടത്തിയിട്ടില്ലേ, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ കാറിലാണ് അത്തരം നേതാക്കന്മാർ വരുന്നത് എന്ന് കാണുന്നില്ലേ. അപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ ഇവരൊരു കൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൊള്ള സംഘമാണ് കേരളത്തിലെ CPM എന്ന് പറയുന്നത്. ആ കൊള്ള സംഘം കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെയൊക്കെ നിരന്തരമായിട്ട് വഞ്ചിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ സർക്കാരിന് അധികാരത്തിലേറ്റിയത്. ആ സർക്കാരിന് അധികാരത്തിലേറ്റിയ ജനങ്ങളെ ഒരു കൊഞ്ഞനം കുത്തി കാണിക്കുന്ന സമീപനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾ കോഴിക്കോട് എനിക്കറിയുന്നത് കോഴിക്കോടായതുകൊണ്ട് കേരളം വ്യാപകമായിട്ട് ഓരോരോ ജില്ലകളിലും നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ നേതാവ് തന്നെയല്ലേ അവിടുത്തെ കൊള്ള സങ്കേതങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ നടക്കുന്ന മാഫിയ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ MLA-മാരും MP-മാരും ഒക്കെ അടങ്ങുന്ന ആളുകളാണ് ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഇവർക്ക് ഞാൻ ഇതിന് മുന്നേ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്ക് തെറ്റ് തിരുത്തുന്ന സമയം എന്ന് ഇവർ പറയുന്നു. ഇവർക്ക് ഒരിക്കലും തെറ്റ് തിരുത്താൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം വരെ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അന്വേഷണം നടത്തി ഈ കാര്യത്തെ ഏകദേശം ശരിയെന്ന തരത്തിൽ
അടിസ്ഥാനത്തിലായിരുന്നു ഈ ഗോവിന്ദ മാഷ് സംസാരിച്ചത്. ഇന്ന് ഗോവിന്ദ മാഷ് എന്താ പറയുന്നത്? കാരണം ഗോവിന്ദ മാഷിന് അതിന് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോയാൽ ഇതിന്റെ കണ്ണി വ്യാപിച്ച് ഇങ്ങനെ AKG സെന്ററിലേക്കും അതേപോലെ തന്നെ ക്ലിഫ് ഹൗസിൽ നിന്ന് മരുമകന്റെ വീട്ടിലേക്കും ഒക്കെ പോകുന്ന ഒരു വലിയ കണ്ണിയാണ് Debate with Arun Kumar.